നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത് ഗുരു സങ്കല്പത്തെക്കുറിച്ചാണ്, ഗുരു തത്വത്തെക്കുറിച്ചാണ്. ആർഷ ഭാരതത്തിന്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മതലത്തിലേക്ക് ഊളിയിട്ടിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരു പരമ്പരയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പല ഗ്രന്ഥങ്ങളും, പല ആത്മീയ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരു പരമ്പര. ഇതിന്റെ അർത്ഥം ബോധ്യപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് ഗുരു തത്വത്തെക്കുറിച്ച് അറിയാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഈശ്വരനിൽ നിന്നും തുടങ്ങി അത് മനുഷ്യനിലേക്ക് എത്തിച്ചേർന്ന ഒരു സംഭവം. അതായത് ഈശ്വരനാണ് സകലതിനും ഗുരു. അത് സദാശിവനായി ഉൾക്കൊണ്ടുകൊണ്ട് അവതാര രൂപിയായി വന്ന മനുഷ്യനിലേക്ക് കടത്തി, അല്ലെങ്കിൽ മനുഷ്യനിലെത്താതെ പരമ്പര പോകില്ല. അതുകൊണ്ട് മനുഷ്യനിലെത്തപ്പെട്ടേ മതിയോ. അതുകൊണ്ടത് മനുഷ്യനിലേക്ക് എത്തിച്ചേർന്നു. ഉത്ഭവം ഈശ്വരനാണെങ്കിൽ പോലും മനുഷ്യനിലെത്തപ്പെടാതെ കൈമാറാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അത് മനുഷ്യനിലെത്തപ്പെട്ടു. മനുഷ്യനിലെത്തപ്പെട്ടതിന് ശേഷം സാവധാനത്തിൽ അത് ശിഷ്യനിലേക്ക് കൈമാറി അത് ഇന്നത്തെ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ അതിന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരിലെ ഈശ്വരീയത്വം വന്ന് ആധ്യാത്മിക തലത്തിൽ ഗുരുവായി നിന്നുകൊണ്ട് വിദ്യ അഭ്യസിപ്പിക്കുന്നത്, അവരെല്ലാം ഗുരു പരമ്പരയിൽപ്പെട്ടവരാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഗുരു എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ ബ്രഹ്മതത്വത്തെ മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ശിഷ്യനായിക്കൊണ്ട് ആ വ്യക്തിയിലേക്ക് യാതൊരു ശങ്കയും കൂടാതെ ആ വ്യക്തിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞ് കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അതാണ് ഗുരു. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, വിശദീകരണം തരുന്നത്. അപ്പം ഉപനിഷത്ത് എന്നുള്ളതിന്റെ ഉപനിഷത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പലർക്കും അതിന്റെ അർത്ഥം ഇന്നും അറിയില്ല. ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന 3 പദങ്ങളെ വേർതിരിച്ചതിന് ശേഷം അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഗുരുവിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നും, നീ എന്ന് പറയുന്നത് നിഷ്ഠയോട് കൂടിയും, ശത എന്ന് പറയുന്നത് ശിഷ്യനോട് ഇരിക്കാനും പറയുന്ന 3 പദങ്ങളെ കൂട്ടിച്ചേർത്താണ് ഉപനിഷത്ത്. ഗുരുവിന്റെ അടുത്തായി ശിഷ്യൻ ഇരുന്നു കൊണ്ട് ബ്രഹ്മതത്വത്തെ ഗുരു പറഞ്ഞു കൊടുക്കുന്നതിനെ ഗ്രഹിക്കുന്നതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പം നിഷ്ഠയില്ലാതെ ഒരു ശിഷ്യൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിപ്പോ ഗീതയായാലും ശരി, പഠിക്കുന്ന വ്യക്തികൾക്ക് നിഷ്ഠയില്ല എങ്കിൽ, അത് വെറുതെ വായിച്ചു പോവുകയാണെങ്കിൽ അതൊരു കാരണവശാലും ഒരു ആധ്യാത്മിക പഠനം ആകുന്നില്ല. അത് വെറും പ്രഭാഷണം കേട്ടുപോകുന്ന ഒരു ലാഘവത്തോടു കൂടി ഒരു വ്യക്തി കേട്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, സപ്താഹം നടക്കുന്നു. 7 ദിവസത്തെ സപ്താഹത്തില് കുറെ പേര് വന്നിരുന്ന് കഥകൾ കേൾക്കുന്നു. ആചാര്യൻ അല്ലെങ്കിൽ ആചാര്യവർണ്ണം ചെയ്ത വ്യക്തി അതിനെ എന്തെങ്കിലുമൊക്കെ തത്വം പറഞ്ഞു കൊടുക്കുന്നു, കേട്ടിട്ട് വീട്ടിൽ പോകുന്നു. അതൊരു ആധ്യാത്മിക പഠനമല്ല.
അതൊരു ശ്രവണം മാത്രമാണ്. ഭഗവത്ഗീത പഠിക്കാൻ വളരെയധികം ആളുകൾ ഉത്സുകരായിക്കൊണ്ട് പലയിടത്തും വന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അവര് പഠിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ സാവധാനം പ്രവൃത്തിഭാവത്തിലേക്ക് കയറി പറ്റുന്നത് അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുന്നത്, അവനാണ് യഥാർത്ഥമായിട്ടും ജ്ഞാനത്തിന് അല്ലെങ്കിൽ ജ്ഞാനം ജിജ്ഞാസു എന്ന് പറയുന്നത്. ജ്ഞാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഞാൻ പറയാൻ കാര്യം എന്ന് പറയാൻ, ഞാൻ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഭഗവത്ഗീതയുടെ അധ്യയനം 100-ൽ പരം ആളുകൾക്ക്, കുറഞ്ഞത് 100-ൽ പരം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും തുറന്നുകൊണ്ട് പോവുക. പക്ഷെ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി പ്രവൃത്തിപഥത്തിലേക്ക് എത്തുന്ന എത്ര വ്യക്തികളുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവന്റെ സംസ്കാരത്തിനും ഏതൊരു വ്യക്തിയാണോ അവന്റെ സംസ്കാരത്തിനും അതുപോലെ തന്നെ കർമ്മവാസനയ്ക്കും അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിലേക്ക് ബ്രഹ്മതത്വം കടന്നു ചെല്ലാൻ സാധിക്കും. നിത്യ അനിത്യ വിചാരത്തെ കുറിച്ച് ആദ്യം ഒരു അവലോകനം, ഒരു അറിവ് അവനുണ്ടാവണം. നിത്യ അനിത്യ വിചാരം എന്താണ്? നിത്യാനിത്യ വിചാരമില്ലാതെ ഒരു വ്യക്തിക്കും ആധ്യാത്മിക തലത്തിലേക്ക് ഒരു പടി പോലും ഉയരാൻ സാധിക്കത്തില്ല. നിത്യമായത് എന്താണ്, അനിത്യമായത് എന്താണ്? ഈ പ്രകൃതി എന്ന് പറയുന്നത് അനിത്യമാണെന്നും അത് വികൃതി കാട്ടിക്കൊണ്ട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണെന്നും ഗ്രഹിക്കാതെ പ്രകൃതിയെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് അനിത്യത്തെ അറിയില്ല. എന്നാൽ ഇതിന് വികൃതി കാട്ടാനും മാറ്റം ഉണ്ടാക്കാനും സഹായിക്കുന്ന പിന്നിൽ നിന്നുകൊണ്ട് എന്ത് സത്യം, എന്ത് തത്വമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് ഏതൊരു വ്യക്തിയാണോ മനസ്സിലാക്കുന്നത്, അവന് മാത്രമേ കൃത്യമായിട്ട് ആധ്യാത്മിക തലത്തിന്റെ ആദ്യ പാഠം പറഞ്ഞു കൊടുക്കാവൂ. പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും നിത്യതയില്ല. അപ്പൊ നിത്യത ഉള്ളത് എന്താണ്? അതിനെക്കുറിച്ചൊരു അറിവ് ആചാര്യൻ കൊടുത്തു കഴിഞ്ഞാൽ, ഗുരു കൊടുത്തു കഴിഞ്ഞാൽ, അത് അവന്റെ സംസ്കാരത്തിനും അതുപോലെ തന്നെ അവന്റെ കർമ്മവാസനയ്ക്കും അനുയോജിച്ച് ഉള്ളിൽ കടക്കുകയും അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ, പലവട്ടം ചിന്തിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. ഞാനിത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ചിന്ത അവന്റെ ഉള്ളില് പലപ്പോഴായി വന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോഴേ അവൻ എന്തുണ്ടാവും, നിഷ്ഠയുണ്ടാവാൻ തുടങ്ങും. കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് ജിജ്ഞാസുവായിക്കൊണ്ട് ഇതെനിക്ക് അറിയണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നവന് മാത്രമേ ഇങ്ങനെയുള്ള വസ്തുതകൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുവിന് സാധിക്കത്തില്ല. യോഗിയായി അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോ ബ്രഹ്മജ്ഞാനിയായ വ്യക്തിയോ മറ്റൊരാൾക്ക് ഉപദേശം ഇതുപോലുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശം മാത്രമല്ല, ഇങ്ങനെയുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാം. ആ വ്യക്തിക്ക്, ആ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സത്യം അറിയാൻ വ്യഗ്രതയുള്ളത് കൊണ്ട് അറിവ് ആദ്യം തന്നെ ഉണ്ടായി. സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന തലത്തിൽ വിശ്വസിച്ച്, അടിയുറച്ച് വിശ്വസിച്ച് ലക്ഷ്യം അതുമാത്രമാണെന്ന് പോകുന്ന വ്യക്തിക്ക് മാത്രമേ ഇതില് കൃത്യമായി മറ്റൊരാൾക്ക് അതിന് ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധിക്കും. വിദ്യാവിദിത സാധിഷ്ടം പ്രാപയതീതി ഛാന്തോക്യ ഉപനിഷത്തിൽ മന്ത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രമാണ് ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയുന്നത്. ഈ രണ്ട് മന്ത്രങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യത്തെ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു ആചാര്യനിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനമെന്നും അതിനെ പ്രാപിക്കണമെങ്കിൽ
ശിഷ്യൻ എന്ന് പറയുന്ന വ്യക്തി പഠിതാവിൽ നിന്നും, അതായത് തുടക്കക്കാരിൽ നിന്നും ശിഷ്യൻ എന്ന തരത്തിലേക്ക് ഉയരണമെന്നും, ശിഷ്യൻ എന്ന തരത്തിലേക്ക് ഉയരണമെങ്കിൽ ആ വ്യക്തി ഗുരുവുമായിട്ട് ഒരു ആത്മബന്ധം പുലർത്തി, അതുപോലെ തന്നെ ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് നിരീക്ഷിച്ച് ഗുരുവിനെ പ്രീതിപ്പെടുത്തി ഗുരുവിൽ നിന്നും ജ്ഞാനം നേടേണ്ടതാണ്. ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇതിൻ്റെ ആ പൊരുള് ഇത് തന്നെയാണ്. ഒരു ആചാര്യൻ എന്ന് പറയുന്നത് ഒരു ഗുരുവാണ്. ഗുരുവിൽ നിന്നും ശിക്ഷ അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കേണ്ടത് ഗുരുവിനെ പ്രീതിപ്പെടുത്തി വേണം എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ഗുരുവിന്റെ സമയം നോക്കി. അതുകൊണ്ടാണ് നേരത്തെ ഗുരുവിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുരുവിന്റെ അടുത്ത് നിന്ന് ഗുരു പറയുന്ന എല്ലാം കേട്ട്, അതുപോലെ തന്നെ ഗുരുവിന് എന്തൊക്കെയാണോ ആവശ്യം എന്നുള്ളത് പണ്ട് അറിയാവുന്നതാണ് നമുക്ക്. കുചേലനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും കൂടി കാട്ടിൽ പോയതും വിറക് ശേഖരിക്കാൻ പോയതും ചമതയൊടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഗുരു പറഞ്ഞു വിട്ട കാര്യങ്ങൾ അതുപോലെ ഗുരു ഇത് ചെയ്യിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം കഷ്ടപ്പാട് അനുഭവിച്ചതിന് ശേഷം മാത്രമേ ജ്ഞാനലാഭത്തിന് ഒരു വ്യക്തി മനസ്സ് പാകപ്പെടുത്തി എത്താൻ പറ്റത്തുള്ളൂ. വെറുതെ ഒരു വ്യക്തിയിലേക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധ്യമാവില്ല. അവൻ കഷ്ടപ്പാടും അതുപോലെ തന്നെ അവന്റെ ഉത്സാഹവും ഒക്കെ കണ്ടതിന് ശേഷമേ ഒരു ഗുരു ശിഷ്യനെ ആത്മജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പടിപടിയായി ഉയർത്താൻ സാധിക്കത്തുള്ളൂ. അത് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടാവും. ഇവിടെ നാം കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലിയുഗത്തിൽ ആത്മജ്ഞാനം പോയിട്ട് ഒരു വ്യക്തിക്ക് ദ്വൈതജ്ഞാനം കൊടുക്കണമെങ്കിൽ പോലും പല പ്രാവശ്യം ഒരു ഗുരു ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത്. ഇപ്പൊ ദ്വൈതജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടുണ്ട് എന്നുള്ള അവസ്ഥയിൽ പോലും ചിന്തിക്കണമെങ്കിൽ, ഒന്നിൽ പരം ഉണ്ടെന്നുള്ള ചിന്ത വരണമെങ്കിൽ പോലും അതിന്റെ അറിവ് ഗുരുവല്ലേ കൊടുക്കണ്ടേ? ഇപ്പം അചേതനം എന്ന് നാം വിളിക്കുന്ന തത്വങ്ങൾ, ശരീരത്തിലെ തത്വങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ, ബുദ്ധി സൂക്ഷ്മമാണെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾ ബാഹ്യമായ വിഷയങ്ങളിൽ ചെന്നുപെടുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്നും അതിനെ അടർത്തിയെടുത്ത് മാറ്റി ഏകമായ തത്വത്തിലേക്ക്, സത്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഗുരു മാത്രമേ സാധിക്കത്തുള്ളൂ, മറ്റാർക്കും സാധിക്കത്തില്ല. ഇവിടെ ഭൗതിക തലത്തിൽ ജ്ഞാനം വേണമെന്നുള്ള ആ അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പോകണം. അവിടെ ടീച്ചർമാരുണ്ട്, അവർ പഠിപ്പിക്കും. ഇപ്പം ടീച്ചർമാർ വേണ്ട, ഞാൻ തന്നെത്താൻ പഠിച്ചോളാം എന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്, സ്കൂളിലെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വയം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് ഒരു സാധാരണ വ്യക്തിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഭൗതിക തലത്തിൽ പോലും സ്കൂളിൽ പോവുകയും പരിശ്രമം ഇല്ലാതെ എക്സാമിനേഷൻ എഴുതാതെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ധാരാളം വിഷയങ്ങൾ പഠിച്ച് എക്സാമിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ മാത്രമേ, ഉത്തരം എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് എഴുതി ഭൗതിക തലത്തിൽ നമുക്ക് ഉന്നതി നേടി സമ്പത്തുണ്ടാക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കർമ്മനിരതനാകാൻ സാധിക്കൂ എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. എന്നാൽ അതിൽ നിന്നൊക്കെ ഭിന്നമായി ആത്മീയ തലത്തിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ആ വ്യക്തിയിലെ അവന്റെ സംസ്കാരവും അതുപോലെ തന്നെ കർമ്മവാസനയും വ്യക്തമായിട്ടൊരു ധാരണ ഗുരുവിനുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു സാരോപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. സാവധാനത്തിൽ മാത്രമേ ഒരു വ്യക്തിയെ പെട്ടെന്ന് ഗുളിക കൊടുത്ത് അസുഖം മാറ്റുന്ന പോലെ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാനൊന്നും സാധിക്കത്തില്ല. ഇവിടെ ശങ്കരാചാര്യരാണെങ്കിൽ പോലും, അതല്ല രാമകൃഷ്ണ പരമഹംസനാണെങ്കിൽ പോലും എന്തിന് ഗുരുക്കന്മാരെ വെച്ചു എന്നുള്ള ചോദ്യം നമുക്ക് മനസ്സിലുണ്ടാവാം. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവതാര പുരുഷന്മാരായിട്ട് നമ്മൾ പൂജിക്കുന്നതാണ്. എന്തിന്? കൃഷ്ണൻ പോലും, ഭഗവാൻ കൃഷ്ണൻ പോലും 2 ഗുരുക്കന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സാന്ദീപനി മഹർഷി ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വേറൊരു ഗുരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ, അത് ആശാമ്പള്ളി പഠിക്കുന്ന പോലെ പഠിപ്പിച്ചതാണ് സാന്ദീപനി മഹർഷി. 2ാമത്തെ ഗുരുവാണ് ഘോരാംഗീരസ്. അദ്ദേഹമാണ് കൃത്യമായ തലത്തിലേക്ക് കൃഷ്ണന് സത്യത്തെ ബോധിപ്പിച്ചു കൊടുത്തതും ആത്മതത്വത്തിൽ ഉയർത്താൻ സാധിച്ചതും ഘോരാംഗീരസാണ്. ഇവിടെ അതുപോലെ തത്വജ്ഞാനം പറഞ്ഞു തന്ന്, തത്വങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്
ഒരു വ്യക്തിയെ ഉണർത്താനും ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാനും ആത്മീയ തലത്തിൽ ഉയർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ആ വ്യക്തിയെയാണ് ഗുരുവായിട്ട് നാം കണക്കാക്കുന്നതും സങ്കല്പിക്കുന്നതുമല്ല. അപ്പം ഇവിടെ ശങ്കരാചാര്യര് പോലും ഗരുഡപാദരുടെ കൂട്ടുള്ള ഭഗവാൻ ഗരുഡപാദരുടെ കൂട്ടുള്ള ഗുരുക്കന്മാരെ വെച്ചിട്ടാണ് ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് വന്നത്. നമുക്കറിയാവുന്നതാണ്. സൗന്ദര്യലഹരി എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതി, ശങ്കരാചാര്യ എഴുതി കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥത്തില് ദേവി വർണ്ണനയാണ് മൊത്തം. ദേവിയെ അങ്ങ് സങ്കല്പിച്ചിട്ട് ദേവിയുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ദേവിയെ അടിമുടി, അതായത് പാദം തൊട്ട് തലവരെയുള്ള എല്ലാ ഓരോന്നും പ്രത്യേകമായിട്ട് വർണ്ണിച്ചിട്ട് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി. ഇന്ന് ആളുള്ളത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ദേവിയെ പൂജ ചെയ്യുന്നവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന ശങ്കരാചാര്യ. സൗന്ദര്യലഹരി എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താണ് ദ്വൈതമെന്നും അദ്വൈതമെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഗരുഡപാദരുടെ കൂട്ട് ഒരാൾ വേണ്ടി വന്നു. ദ്വൈതമായി നിൽക്കുന്ന സങ്കല്പവും രൂപത്തിൽ നിന്നും അദ്വൈതമായ തലത്തിലേക്ക്, സത്യത്തിലേക്ക് എത്തിക്കാൻ ഒരു ഗുരുവില്ലാതെ സാധ്യമല്ലെന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം 100 ശ്ലോകങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം സ്വയമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന് അദ്ദേഹം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലാകെ വിലസി, അതായത് പൂർണ്ണമായി നിലനിൽക്കുന്ന അഖണ്ഡമായ ബോധത്തെ ഞാൻ ഒരു ശ്രീകോവിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശങ്കരാചാര്യൻ. സാധിക്കാത്ത കാര്യം. അതെന്റെ ഒരു തെറ്റാണ്. കാരണം ഇത്രയും ഉന്നതിയിലായ ഒരു വ്യക്തിയാണ് അത് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ. ഭക്തി അത്യാവശ്യമാണ്. പക്ഷെ ആ ഭക്തിയിൽ നിന്നും വിഭിന്നമായ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ, ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് പോകണമെങ്കിൽ ഒരു ആത്മീയ ഗുരു, അതും സത്യം അറിയാൻ സാധിക്കാതെ, അല്ലെങ്കിൽ സത്യം അറിഞ്ഞ് സാധിക്കാതെ വന്ന ഒരു വ്യക്തിയെ, സത്യം അറിഞ്ഞ ഒരു വ്യക്തി, അതായത് സത്യത്തിലേക്ക് കടന്ന വ്യക്തി, സത്യം അറിയാൻ ഗ്രഹിക്കുന്ന, അതായത് മാത്രമേ ഉള്ളെന്ന് ചിന്തിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന് മാത്രമേ ഒരു വ്യക്തിയെ അതിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ശങ്കരാചാര്യർ പറഞ്ഞത്, രണ്ടാമത്തെ തെറ്റ് ഞാൻ ചെയ്തത്, ഞാൻ ലോകം മൊത്തം, ഈ ഭൂലോകം മൊത്തം അലഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളിലും പോയി, ദൈവത്തെ കാണാൻ പോയി, ഈശ്വരനെ അന്വേഷിച്ച് പോയി. അവസാനം എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ആ തത്വത്തെ അറിയാൻ ഞാൻ ഈ ലോകം മൊത്തം കറങ്ങി നടന്നതാണ്, ഭൂമി മൊത്തം കറങ്ങി നടന്നതാണ് ശങ്കരാചാര്യർ. അതുപോലെ രാമകൃഷ്ണദേവനും അതുപോലെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തെ നമ്മൾ പൂജിക്കുന്ന ആ തലത്തിലാണ്. അന്ന് ആലോചിച്ച് നോക്കുക, രാമകൃഷ്ണദേവന് പോലും ദേവിയെ പ്രസാദിപ്പിച്ച വ്യക്തിയാണ്. പ്രസാദിപ്പിച്ച് പ്രത്യക്ഷനാക്കിക്കൊണ്ട് താൻ ഉണ്ടാക്കിയ പ്രസാദം ദേവിക്ക് കൊടുത്ത് ദേവിയെ പ്രീതിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു രാമകൃഷ്ണദേവൻ. അദ്ദേഹത്തിന് പോലും ദേവി പറഞ്ഞു കൊടുത്ത കാര്യം എന്ന് പറഞ്ഞ, രാമകൃഷ്ണ, നിനക്ക് നിത്യമായ ആനന്ദത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ഗുരുവിനെ, ആത്മീയ ഗുരു, പൂർണ്ണനായ ഒരു ഗുരുവിനെ തേടി നടക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് തോത്താപുരി മഹാരാജനൊക്കെ പോയി അദ്ദേഹം ദീക്ഷയെടുത്ത് പെട്ടെന്ന് കാര്യം സാധിച്ചു. കാര്യം അവരൊക്കെ ഉന്നതിയിലെത്തിയ വ്യക്തിയായിട്ട് പെട്ടെന്ന് കാര്യം സാധിച്ചു. സാധാരണക്കാരനായ ഒരു മനുഷ്യന് സാധ്യമല്ല. പല പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പോലും, എത്ര കണ്ട് പറഞ്ഞു കൊടുത്താൽ പോലും ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു പക്ഷേ അല്പം നേരത്തേക്ക് അത് നിന്നേക്കാം. ആ സമയത്ത് ഗുരുവിനെ അവര് വളരെയധികം സന്തോഷത്തോടു കൂടി, വളരെയധികം പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ പ്രശംസിക്കുന്നത് കേൾക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പം അവരുടെ ഉള്ളിൽ നിന്നും ആ ഗുരു പറഞ്ഞു കൊടുത്ത വചനങ്ങളും വാചകങ്ങളും അതുപോലെ തന്നെ അറിവും മറഞ്ഞു പോകുന്നത് കൊണ്ട് പിന്നെയും അന്വേഷണങ്ങൾക്ക് പിന്നിൽ തിരഞ്ഞു നിൽക്കുന്നത്, അതായത് പിന്നെയും അന്വേഷണങ്ങൾക്ക് പിന്നിലായിരിക്കും അവർ. അപ്പൊ ആ പറഞ്ഞു കൊടുത്ത സംഭവങ്ങൾ ഇല്ലാതാവാൻ സമയത്ത് പ്രശംസിക്കപ്പെടുന്ന ഗുരുവിനെ, ഏറ്റവും മുകളിൽ കൊണ്ടു നിർത്തിയ ഗുരുവിനെ പിന്നെയും താഴേക്ക് അടിക്കുന്ന ഒരു അവസരങ്ങൾ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ആരുടെയും കുറ്റമല്ല, അവരുടെ സംസ്കാരവും അതുപോലെ തന്നെ അവരവരുടെ കർമ്മവാസനയുമാണ്. ആ ബീജം അവരിൽ ലയിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഒരു വ്യക്തി ഇതിന് തുനിഞ്ഞിറങ്ങണം. അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഭഗവത്ഗീത വ്യക്തമായിട്ട് പറയുന്നത് തന്നെയാണ്.
സത്യത്തെ കണ്ടെത്താതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സത്യത്തെ കണ്ടേ മതിയാവും. മുക്തി വേണോ, മോക്ഷം വേണോ, അതായത് ഇനിയും ഒരു വ്യക്തി പിന്നെയും പിറവി എടുക്കാതിരിക്കണമെങ്കിൽ, ഒരു ജീവിയായി ഇവിടെ വരാതിരിക്കണമെങ്കിൽ, ഭൂമണ്ഡലത്തിൽ വരാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന ഗുരുവിൽ കൂടി മാത്രമേ സാധിക്കൂ. ഗുരു മാത്രമേ അത് ഒരു വ്യക്തിക്ക് ജ്ഞാനം കൊടുത്ത് അനുഭവിച്ചു കൊടുപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതൊരു വ്യക്തിക്കും സാധ്യമാകില്ല എന്ന് പറയും. ഇതെല്ലാം പോട്ടെ, ദ്വൈതമാണെങ്കിൽ പോലും, ദ്വൈതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ മനസ്സും ഒക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പോലും ഒരു ഗുരു വേണ്ടേ? അത് ആത്മീയത്തിന്റെ ഒരു വശമാണ്. അത് ദ്വൈതമാണ്, നമ്മൾ പറയുന്നുണ്ട് മിഥ്യയാണ്, ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരു വേണ്ടേ? അല്ലാതെ ഒരു സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാവും? ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ ഈ കാര്യങ്ങൾ പറയാൻ ധരിപ്പിക്കാൻ പെട്ടെന്ന് സാധ്യമല്ല. അവന് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉറച്ചു പോയി, ശ്രേഷ്ഠമായ രൂപത്തിൽ അവൻ ഉണ്ടാക്കി അവൻ ഇഷ്ട ദൈവത്തിൽ ഉറച്ചു പോയതുകൊണ്ട് അവനെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. അതാണ് സ്വാമി വിവേകാനന്ദനും പല പ്രാവശ്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദനും പറഞ്ഞു, ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ സംഭവമാണ്. അത് ആവശ്യമില്ലെന്ന് ആരും പറയുന്നില്ല, അത്യാവശ്യമായ സംഭവമാണ്. പക്ഷേ ആ ക്ഷേത്രത്തിലെ ഒഴുക്ക്, അതായത് അവിടോട്ടുള്ള ആ ഒഴുക്ക് നമ്മൾ കുറച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ബുദ്ധിക്കും മനസ്സിനും ഏകാഗ്രത കിട്ടി സത്യത്തെ അറിയാൻ സാധിക്കത്തുള്ളൂ. അത് പെട്ടെന്ന് ഒരു വ്യക്തിയിലേക്ക് അടിച്ചു കയറ്റാൻ സാധിക്കാത്ത ഒരു സംഭവമായതുകൊണ്ട് ഗുരു പല പ്രാവശ്യം പല രീതിയിൽ, നിങ്ങൾ ഒരു പക്ഷേ ഒരു ജന്മം കൊണ്ട് സാധിക്കാത്ത കാര്യമായിരിക്കും, പല ജന്മം കൊണ്ട് സാധിക്കേണ്ട കാര്യമായിരിക്കും. ഗുരു പല തവണ പറഞ്ഞ് ശ്രവണം കൊണ്ട് കുറേയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു വ്യക്തി സപ്താഹത്തിൽ പോയി, ഭാഗവതത്തിന്റെ സപ്താഹത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ കുറെ കഥകൾ കേട്ടു, ആ കഥയിൽ നിന്നും അതിന്റെ തത്വങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കഥ കേട്ട് നിൽക്കുന്നതേ ഉള്ളൂ, തത്വത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കഥകളും അതുപോലെ തന്നെ ഭാഗവതം, രാമായണം ഒക്കെ വരുന്നുണ്ട്. രാമായണത്തിലെ വസിഷ്ഠസുധ, രാമന് വസിഷ്ഠൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ പറയുന്ന ഉപനിഷത്തും അതുപോലെ തന്നെ ഗീതയും എന്ന് പറയും. അല്ലാതെ രാമൻ കാട്ടിപ്പോയതും അതുപോലെ തന്നെ 14 വർഷം കഴിഞ്ഞ് സീതയെ പരിത്യജിച്ചതൊന്നുമല്ല രാമായണം എന്ന് പറയുന്നത്. വസിഷ്ഠസുധയാണ് യഥാർത്ഥ സംഭവം. വസിഷ്ഠൻ പറഞ്ഞു കൊടുത്ത ആത്മീയ തലത്തിലേക്ക് ആചാര്യനായി നിന്നുകൊണ്ട് രാമനെ ഉയർത്താൻ ശ്രമിച്ചത് രാമൻ അവതാരമാണെന്ന് പറയുന്നു, കൃഷ്ണൻ അവതാരമാണെന്ന് പറയുന്നു. ഇവർക്കൊക്കെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഗുരുക്കന്മാര്? മനുഷ്യരീരെ ഇവിടെ എടുത്തു വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഗുരുക്കന്മാരിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ, ആത്മീയ തലത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടണമെന്ന് ആഗ്രഹത്തോടുകൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ജന്മം കൊണ്ട് സാഫല്യം കുറേശ്ശെ കൈവരുത്താം. എങ്ങനെ? ഒരു ജന്മം കൊണ്ട് കിട്ടാത്തത് പല ജന്മത്തിൽ കൂടി, അല്ലേ? ഭഗവാൻ കൃഷ്ണൻ പറയുന്നതും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഏത് അധ്യായത്തിലാണ് ഞാൻ ഓർക്കുന്നില്ല, വ്യക്തമായിട്ട് അർജുനന്റെ ചോദ്യത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുന, നീ ആത്മീയ തലത്തിൽ സമ്പാദിച്ചൊന്നും നഷ്ടപ്പെടുന്നില്ല, ഒരു കാരണവശാലും നഷ്ടമായിട്ട് ധരിക്കരുത്. അടുത്തടുത്ത ജന്മങ്ങളിൽ നിനക്ക് ഇതിന്റെ ബാക്കി കിട്ടി നീ ശ്രേഷ്ഠകുലത്തിൽ എത്തിച്ചേരുമെന്ന് ഭഗവാൻ പറയുന്നു. ശ്രേഷ്ഠകുലത്തിൽ ജനിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ സാധ്യമാകുമെന്ന് കൃഷ്ണൻ പറയുന്നതിന്റെ പിന്നിലെ തത്വം ഇത് തന്നെയാണ്. ഇപ്പൊ തുടങ്ങി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് തലത്തിലായാലും ഒരു വ്യക്തി അതായത് അവന്റെ സംസ്കാരത്തിലും കർമ്മവാസനയിലും പുണ്യം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിനെ തുടക്കത്തിൽ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം അവന് പടിപടിയായിട്ട് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ തലത്തെക്കുറിച്ചുള്ള അറിവ്, വ്യക്തമായ ഒരു ധാരണ നമ്മളിൽ ഉണ്ടാവണം. അതിന് ഗുരുവില്ലാതെ പറ്റത്തില്ല. ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരു എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ്. ഗുരുവിനെ അംഗീകരിച്ചു. അപ്പൊ ഗുരുവിന് അർഹതയുണ്ട്. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് അർഹതയുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ജ്ഞാനസമ്പത്തിന് ഗുരുവിനൊരു അർഹതയുണ്ട്. ആ അർഹതപ്പെട്ട രീതിയിൽ ഗുരുവിനെ നിങ്ങൾക്ക് ശുശ്രൂഷ കൊടുക്കേണ്ടത് ഓരോ ശിഷ്യന്റെയും കടമയാണ്. അത് ഗുരുവിനോട് ചോദിക്കാതെ തന്നെ നിങ്ങൾ എന്താണോ അത് കൊടുക്കേണ്ടത്, മനസ്സറിഞ്ഞു കൊടുക്കേണ്ടത്, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും കടമയുമാണ്. അത് പക്ഷേ ഈ കലിയുഗത്തിൽ അതിന് സാധിക്കാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ധർമാചരണത്തിൽ വന്നിരിക്കുന്ന ശോഷതയാണ്. അതായത് അവനവന്റെ
കർമ്മത്തിലും കർമ്മവാസനയിലും സംസ്കാരത്തിലും പറ്റിപ്പോയ ശ്രുതിയാണ് അവനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായേ മതിയാവും. ഗുരു എന്ന തത്വത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടിയേ മതിയാവും. ഇല്ലാതെ നിങ്ങൾ ഒരു ആത്മീയ തലത്തിലും കയറി പറ്റാൻ ശ്രമിക്കരുത്. ഗുരുവിനെ അറിയാതെ ആത്മീയ തലത്തിൽ കയറി പറ്റാൻ ശ്രമിക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കൂ, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തപ്പെടാൻ സാധിക്കൂ. നമസ്കാരം.